ശ്രീ ശങ്കുട്ടിദാസ്, ഇപ്പോൾ മുനമ്പം വിഷയം മുൻനിർത്തിയാണ് കത്തോലിക്ക സഭ, അതിപ്പോൾ KCBC ആയാലും അവരുടെ ഓൾ ഇന്ത്യ ബോഡിയായ CBCI ആയാലും മറ്റ് സഭാ ഘടകങ്ങളായാലും ഈ നിയമം വരട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ അവരോട് പറയുന്നത് ട്രസ്റ്റുകളെ ഒഴിവാക്കുന്നത് കൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതാണ്. അതൊരു ട്രസ്റ്റിന് കൊടുത്ത ഭൂമിയാണല്ലോ, ട്രസ്റ്റുകളെ വഖഫ് എന്ന നിർവചനത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ ആ പ്രശ്നം കഴിഞ്ഞു എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം നോക്കൂ. ഇന്ന് ന്യൂനപക്ഷകാര്യ മന്ത്രി തന്നെ സഭയിൽ പറയുന്നു രജിസ്ട്രേഡ് പ്രോപ്പർട്ടീസ് വിൽ നോട്ട് ബി ഇന്റർഫിയർഡ് വിത്ത് എന്ന്. അപ്പോൾ വഖഫായി രജിസ്റ്റർ ചെയ്ത നിലവിലെ പ്രോപ്പർട്ടികൾ ഇന്റർഫിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വഖഫായി രജിസ്റ്റർ ചെയ്ത് വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂമിയാണ് മുനമ്പത്തെ ഭൂമി. അപ്പോൾ വഖഫായി രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ ഇന്റർഫിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ പ്രശ്നം പരിഹരിക്കുക? അല്ലെങ്കിൽ എന്ത് പ്രശ്നം പരിഹരിക്കും എന്നാണ് പറയുന്നത്? നിയമത്തിലൊരു തത്വമുണ്ട്, ജനറാലിയ സ്പെഷ്യലിസ്റ്റ് നോൺ ഡെറിഗാറ്റ്. അതായത് സ്പെഷ്യൽ തിങ്സ് ഡസന്റ് ഡിവോൾവ് ഫ്രം ജനറൽ തിങ്സ് എന്ന് പറയും. പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നല്ല പ്രത്യേകമായിട്ടുള്ള തത്വങ്ങൾ രൂപീകരിക്കുന്നത്. അങ്ങ് മുനമ്പത്തെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷ മന്ത്രിയുടെ പ്രസ്താവനയെ എടുത്ത് ഉപയോഗിച്ചു. പക്ഷെ അങ്ങ് മറന്നുപോയിട്ടുള്ള ഒരു കാര്യം, ഇത് മുനമ്പത്തെ പറ്റി തന്നെ മന്ത്രി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷകാര്യ മന്ത്രിയായിട്ടുള്ള കിരൺ റിജിജു പറഞ്ഞു, മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ ഭൂമി വഖഫ് ബോർഡ് കയ്യേറിയിരിക്കുകയാണ്. അവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള ഭൂമി കയ്യേറിയിരിക്കുകയാണ്. അവർക്ക് ഭൂമി മടക്കി കിട്ടാനുള്ള ഒരേ ഒരു വഴി ഈ വഖഫ് നിയമം പാസ്സാവുക, ഭേദഗതി നിയമം പാസ്സാവുക എന്നുള്ളതാണ്. വഖഫ് ഭേദഗതി നിയമം പാസ്സാവുന്നതിലൂടെ അവർക്ക് അർഹതപ്പെട്ട ഭൂമി മടക്കി കിട്ടും. മുനമ്പത്തെ പറ്റി തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ട്, വളരെ സ്പെസിഫിക് ആയിട്ട്, വളരെ കൃത്യമായിട്ട്. അല്ല, അതുകൊണ്ടാണ് എനിക്ക് അറിയേണ്ടത് ഈ നിയമം പാസ്സായാൽ എങ്ങനെയാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുക. അപ്പോൾ അതാണ് എനിക്ക് അറിയേണ്ടത്. ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അടുത്ത നടപടി? ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ രൂപീകരിക്കണം, റൂൾസ് ഫോർമുലേറ്റ് ചെയ്യണം. ആ റൂൾസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ നിയമത്തിന്റെ എഫക്ട് എങ്ങനെയാണ്, റെട്രോസ്പെക്റ്റീവ് എഫക്ട് ആണോ പ്രോസ്പെക്റ്റീവ് എഫക്ട് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഈ നിയമത്തിൽ റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഉണ്ടെങ്കിൽ മുനമ്പത്ത് ഉൾപ്പെടെയുള്ള ധാരാളം ഭൂമി, മുനമ്പം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ്. രാജ്യത്തെ അനവധി ഭൂമികളുടെ പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ് മുനമ്പം. നമുക്ക് ഇപ്പൊ നമ്മളൊരു നിലപാട് രൂപീകരിക്കുന്നത് മുനമ്പത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടല്ല. തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. 2200 ആളുകൾ താമസിക്കുന്ന 360 ഏക്കർ വ്യാപ്തിയുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമം മുഴുവൻ വഖഫാണെന്നാണ് തമിഴ്നാട് വഖഫ് ബോർഡ് പറയുന്നത്. എത്രയോ തലമുറകളായി മുസ്ലിങ്ങളായിട്ടുള്ള ഒരൊറ്റ ഇൻഹബിറ്റന്റ് പോലും ഇല്ലാത്ത, ഒരു മുസ്ലിം പോലും താമസിക്കാത്ത ഒരു 100% ഹിന്ദു വില്ലേജ് മുഴുവൻ വഖഫാണെന്ന് വഖഫ് ബോർഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ട്രിച്ചിയിൽ, തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന ജില്ലയിലുള്ള 18 ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ട് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2022 ശങ്കു, അത് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിട്ടുണ്ട് വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടില്ലല്ലോ. മുനമ്പത്തെ കൃത്യമായി ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖനം വന്നിട്ടുണ്ട്. സ്റ്റാലിൻ അത് പരിഹരിച്ചു കഴിഞ്ഞു. തമിഴ്നാട്ടിലെ ആ തിരുച്ചെന്തൂരിലെ വഖഫ് പ്രശ്നം തമിഴ്നാട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം കൂടി പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ശരി, അതാ മനസ്സിലാക്കേണ്ടത്. സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത എന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് മര്യാദ ഇല്ല, അത് ശരിയല്ല. ഞാൻ എന്റെ ഊഴത്തിൽ ഞാനത് മുഴുവൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഷാഫി ചാലിയും പറഞ്ഞ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ പാലോട് ഷാ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കും മറുപടി പറയാനുണ്ട്. ഒന്ന്, ശ്രീ ഷാഫി ചാലിം ഈ നിയമത്തെ പറ്റി തന്നെ 100% തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയോട് നടത്തി. സെക്ഷൻ 40 പ്രകാരം ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിന് ഇല്ല. അതിന്റെ രേഖകൾ വിളിച്ചു വരുത്താൻ മാത്രമേ സാധിക്കുള്ളൂ എന്നാ പറഞ്ഞത്. നിയമം നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ നുണ പറയാൻ സാധിക്കുന്നത് ഞാൻ സംശയിക്കുകയാണ്. സെക്ഷൻ 40 എന്താ പറയുന്നത്? ഇൻ കേസ് ഓഫ് എ ക്വസ്റ്റ്യൻ വെദർ എ പ്രോപ്പർട്ടി ഈസ് വഖഫ് ഓർ നോട്ട്, ദ വഖഫ് ബോർഡ് may, after conducting proper inspection and investigation that it may deem fit, may declare the properties വഖഫ് for not. ഒരു ഭൂമി വഖഫാണോ അല്ലയോ തീരുമാനിക്കാൻ വഖഫ് ബോർഡിന്റെ അധികാരം. അതിന്റെ അടുത്ത ക്ലോസ് എന്താ പറയുന്നത്? The order of the വഖഫ് board shall remain final unless revoked or modified by a വഖഫ് tribunal എന്നാ പറഞ്ഞത്. അങ്ങനെ വഖഫ് ബോർഡ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു വഖഫ് ട്രൈബ്യൂണൽ അത് മോഡിഫൈ ചെയ്യുകയോ അമെൻഡ് ചെയ്യുകയോ ചെയ്യാത്ത പക്ഷം ആ തീരുമാനം അന്തിമമായിരിക്കും. അപ്പൊ വഖഫ് ബോർഡിന്റെ തീരുമാനത്തിന് മേലെ പിന്നെ മോഡിഫിക്കേഷനോ അമെൻമെന്റോ വരുത്താൻ ആർക്കൊക്കെ അധികാരമുള്ളൂ? വഖഫ് ട്രൈബ്യൂണലിന് മാത്രമേ അധികാരമുള്ളൂ. സിവിൽ കോടതികൾക്ക് പോലും അധികാരമില്ല. സെക്ഷൻ 85 എന്ന് പറയുന്നത് ബാർ ഓഫ് ജുറിസ്ഡിക്ഷൻ ഓഫ് സിവിൽ കോർട്സ് ആണ്. സിവിൽ കോടതികൾ എനിക്ക് അവസരം എന്താ ഞാൻ പറയാം, തെറ്റാണ് അങ്ങ് പറയുന്നത്. നിങ്ങൾക്ക് അവസരം രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇനി അവസരം ഇല്ല. അല്ല, എനിക്ക് അവസരം ഇല്ല, അതുകൊണ്ടാണ് അവസരം തരാം. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. നിങ്ങൾ എന്ത് അസഹിഷ്ണുതയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനൊന്ന് മുഴുവൻ പറയാൻ നിങ്ങൾ അനുവദിക്കും. ഇല്ല സുഹൃത്തെ, എനിക്ക് അവസരം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കളവ് പറയുമ്പോൾ ഇടപെടണ്ടേ. നിങ്ങൾക്ക് അവസരം തരണോ വേണ്ടതെന്നുള്ള അവതാരകന്റെ ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് സംസാരിക്കാൻ അർഹതയുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് അവസരം തരും. അതല്ലാതെ മറ്റൊരാൾ സംസാരിക്കുന്നതിന് ഇടയിൽ കയറി ഇടപെടുന്നതിന് എന്ത് ന്യായമുള്ളത്, എന്ത് മര്യാദയുള്ളത്?
നിങ്ങൾ വഖഫ് ബോർഡുകളുടെ സ്വഭാവം കാണിക്കരുത്. ബാക്കിയുള്ള ആളുകൾക്ക് അവനവന്റെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ? ഇതൊരു ജനാധിപത്യ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സമയം കൂടി അതിക്രമിച്ചെടുക്കരുത്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം, നിങ്ങൾ ഈ ചർച്ചയിൽ വളരെ ബോധപൂർവ്വം ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുനമ്പം പോലെ, തിരുച്ചെന്തുരൈ പോലെ, അല്ലെങ്കിൽ മധ്യപ്രദേശിലെ പോലെ ധാരാളം ആളുകളുടെ എത്രയോ കാലമായിട്ട് പൈതൃക സ്വത്തായിട്ടും തലമുറകളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കാനുള്ള വഖഫ് ബോർഡിന്റെ അനിയന്ത്രിതവും അന്യായവുമായിട്ടുള്ള അധികാരത്തെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മനുഷ്യർക്ക് അവരുടെ സ്വന്തം ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വഖഫ് നിയമം ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ മറ്റു മതസ്ഥരെ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിക്കുമ്പോൾ പറഞ്ഞ എന്താ വെച്ചാൽ, KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങളുടെ ആശങ്ക എന്താന്ന് പറഞ്ഞു, നാളെ ശബരിമല പോലെ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം പോലെയുള്ള ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിക്കുള്ളിൽ നിങ്ങൾ മുസ്ലിങ്ങളെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. തീർത്തും തെറ്റായിട്ടുള്ള താരതമ്യമാണ്. അതായത് ദേവസ്വം ബോർഡോ വഖഫ് ബോർഡോ തമ്മിൽ പരസ്പരം താരതമ്യം ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങളല്ല. രണ്ടെണ്ണത്തിന്റെയും പർപ്പസ്, രണ്ടെണ്ണത്തിന്റെയും സ്ട്രക്ചർ, രണ്ടെണ്ണത്തിന്റെയും പ്രാക്ടീസ്, ഇത് മൂന്നും വ്യത്യസ്തമാണ്. അതിന്റെ സങ്കല്പം എന്താണ്, അതിന്റെ ഘടന എന്താണ്, അതിന്റെ പ്രയോഗം എന്താണ്, രണ്ടും മൂന്നും വ്യത്യസ്തമാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭ പാസ്സാക്കിയുള്ള ഒരു സംസ്ഥാന നിയമമാണ്. വഖഫ് നിയമം എന്ന് പറയുന്നത് കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കിയുള്ള ഒരു കേന്ദ്ര നിയമമാണ്. രണ്ട്, ദേവസ്വം ബോർഡിന്റെ മാൻഡേറ്റ് എന്താണ്? ഒരു ക്ഷേത്രത്തിന്റെ ഭരണ നിയന്ത്രണാധികാരമാണ്. വിശ്വാസപരമായി നിൽക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ നിത്യനിദാനവും പൂജയും മേൽശാന്തിയുടെ നിയമനവും ഉൾപ്പെടെയുള്ള നിത്യനിദാനമായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. വഖഫ് ബോർഡിന്റെ മാൻഡേറ്റ് എന്താണ്? ഏതെങ്കിലും മതപരമോ വിശ്വാസപരമോ ആയിട്ടുള്ള കാര്യമല്ല, ഒരിക്കൽ വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടിയുടെ മാനേജ്മെന്റ് മാത്രമാണ്. ലോകത്തിന്റെ ഒരു ഭാഗത്തും വഖഫ് നിയമങ്ങൾ മതപരമായിട്ടുള്ള നിയമങ്ങളല്ല. സൗദിയിലോ ഖത്തറിലോ തുർക്കിയിലോ പോലും അത് റിലീജിയോ അഗ്നോസ്റ്റിക് നിയമങ്ങളുടെയോ ഫൗണ്ടേഷൻ നിയമങ്ങളുടെയോ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. മൂന്ന്, വഖഫ് ബോർഡിനുള്ളതുപോലെ ഏതെങ്കിലും ഒരു ഭൂമി ദേവസ്വം ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം ദേവസ്വം ബോർഡിന് ഇല്ല. ദേവസ്വത്തിന്റെ ഭൂമി തന്നെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ട് കിടക്കുന്ന കേസുകളിൽ ദേവസ്വം ബോർഡിന് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഒരു സാധാരണ പൗരൻ ചെയ്യുന്നത് പോലെ സിവിൽ കോടതിയിൽ പോയി കേസ് നടത്തിയിട്ട് ഇത് ദേവസ്വം ഭൂമിയാണെന്ന് സ്ഥാപിച്ച് കോടതിയിൽ നിന്ന് വിധി പറയിപ്പിക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് വഖഫ് ബോർഡിന് സെക്ഷൻ 40 കൊടുക്കുന്ന അധികാരം പോലെ ഒരു ഭൂമി ദേവസ്വം ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധി പറയാൻ, ആ ഭൂമി ദേവസ്വം ഭൂമിയായി നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം ദേവസ്വം ബോർഡിനില്ല. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള അധികാരവും ഘടനയുള്ള രണ്ട് സംവിധാനങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുന്ന എന്താ അടിസ്ഥാനമുള്ളത്? വഖഫ് ബോർഡിന് വേണമെന്ന് പറയുന്ന അതേ അവകാശം ദേവസ്വം ബോർഡിന് കൊടുക്കാൻ അവർ തയ്യാറാണോ? ഏതെങ്കിലും ഒരു ഭൂമി ദേവസ്വം ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം നാളെ മുതൽ ദേവസ്വം ബോർഡുകൾക്ക് ഉണ്ടാവും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയാണ്, കോട്ടയത്തോ അല്ലെങ്കിൽ മലപ്പുറത്തോ കിടക്കുന്ന കുറെ ഏക്കർ പ്രദേശം ദേവസ്വം ഭൂമിയാണ്, അത് ദേവസ്വം ഭൂമിയാണെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ സാധിക്കുമോ? അപ്പൊ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള പ്രതലങ്ങളിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഇതൊരു മതവിഭാഗത്തിന്റെ നേരെയുള്ള കടന്നുകയറ്റാന്ന് പറഞ്ഞു. ഒരു കണക്ക് നിങ്ങൾ നോക്കൂ, 47,000 കേസുകളാണ് വഖഫ് ട്രിബ്യൂണലിന്റെ മുന്നിൽ പെൻഡിംഗ് ആയി നിൽക്കുന്നത്. ഈ 47,000 കേസുകളിൽ 9,000 കേസുകൾ മാത്രമാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഫയൽ ചെയ്തിട്ടുള്ളത്. 38,000 കേസുകൾ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ ഫയൽ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന കണക്കാ പറയുന്നത്. നമ്മുടെ രാജ്യത്തെ വഖഫ് ട്രൈബ്യൂണലിന്റെ മുന്നിൽ നിൽക്കുന്ന 47,000 കേസുകളിൽ 38,000 കേസും ഫയൽ ചെയ്തിട്ടുള്ള നോൺ മുസ്ലിംസ് ആണ്. അതായത് വഖഫ് ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ മാത്രം വസ്തുവിന്റെ കാര്യമല്ല, രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും വസ്തുവിന്റെ കാര്യമാണ്. അത് തീരുമാനിക്കാനുള്ള ശേഷിയുള്ള, അപ്പീല് പോലും ഇല്ലാത്തൊരു സംവിധാനം ഒരു 100% മുസ്ലിം ട്രൈബ്യൂണലാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് വാദിക്കാൻ സാധിക്കുന്നത്? അത് 100% ഒരു മതത്തിന്റെ മാത്രം സംവിധാനത്തിലൂടെ നിശ്ചയിക്കപ്പെടണം. അത് എല്ലാ വിഭാഗത്തിന്റെയും ഭൂമിയുടെ കാര്യം കൈകാര്യം ചെയ്യുന്ന സംവിധാനമായതുകൊണ്ട് അതിൽ റെപ്രസെന്റേഷൻ വേണം. എല്ലാ വിഭാഗത്തിന്റെയും താല്പര്യം റെപ്രസെന്റ് ചെയ്യപ്പെടണം എന്ന് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? സെക്യുലർ ആണെന്ന് പറയുന്ന ആൾക്കാർ അതുകൊണ്ടാണ് അത് സെക്യുലറായി അല്ലെങ്കിൽ മറ്റ് മതസ്ഥരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്.